എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇരുമ്പൻപുളി ചിലിമ്പിപ്പുളി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതുകൊണ്ടുള്ള ഒരു നല്ല അടിപൊളി അച്ചാറാണ്. കൂടുതൽ കാലം കേടാകാതെ ഇരിക്കുന്ന, വിനാഗിരി ചേർക്കേണ്ടാത്ത ഒരു നല്ല അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിളായ സാധനമാണിത്. നമ്മൾക്ക് വേണ്ടാതെ കളയുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഇത് നമ്മളുകൊണ്ട് നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി ഇതിനെ ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞെടുക്കാം. വട്ടത്തിന് വേണേലും നീളത്തിന് വേണേലും എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം. ഇതിങ്ങനെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഒരു മുറത്തിലോട്ടിട്ടിട്ട് അതിൻ്റെ മേലെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞ് എടുത്താലും മതി. ഉപ്പൊക്കെ നല്ല എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടും. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരുപാട് ഉണങ്ങിയിട്ടില്ല. ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് നമുക്കൊന്ന് ചൊക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ചെറുതായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ അച്ചാർ ഇടുന്നത് പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി നമുക്ക്. പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലാണ് അച്ചാർ ഇടുന്നത്. അതുകൊണ്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇങ്ങനെ നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഒത്തിരി പൊടികളൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അച്ചാർ പൊടി പോലും ചേർക്കുന്നില്ല. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നന്നായി മിക്സാക്കി എടുക്കണം. നമ്മളിങ്ങനെ ഒരു 2 ദിവസം വെയിലത്ത് വെക്കുന്ന മെനക്കേടേ ഉള്ളൂ. നമ്മുടെ അച്ചാർ കൂടുതൽ കാലം കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വിനാഗിരി ഒന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നല്ല പുളിയുണ്ട്. ഇതിനകത്ത് ഞാൻ അല്പം ഉപ്പും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടാണ് ഇത് ഉണക്കിയെടുത്തത് എന്നാൽ കൂടി നമുക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ നല്ല അടിപൊളി ഇരുമ്പൻപുളി ചിലിമ്പിപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ.